വിശ്വാസങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ഒരു മിശ്രിതം, ക്രിസ്തുമതത്തിൻ്റെ കളിത്തൊട്ടിൽ. അതെ, ഞങ്ങൾ ഇന്ന് പോകുന്നത് ജെറുസലേമിൽ നിന്നും നസ്രത്തിലേക്കാണ്. യേശുവിൻ്റെ ബാല്യകാല വസതിയായി ലോകപ്രശസ്തമായ നസ്രത്ത്. അവിടേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്ന് പോകുന്നത് ഒരു തീർത്ഥാടന യാത്രയായിട്ടാണ് കേട്ടോ. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വർഷം ദണ്ഡവിമോചനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ബസിലിക്കകളിൽ ഒന്നാണ് നസ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ചർച്ച് ഓഫ് അനൗൺസിയേഷൻ. ഇന്നത്തെ നമ്മുടെ യാത്ര അങ്ങോട്ടേക്കാണ്. യാത്രയിലുടനീളം പ്രാർത്ഥനയോടെ ഒരുങ്ങി ദിവ്യബലിക്കായി ഞങ്ങൾ മാതാവിന് ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പന അറിയിച്ച ദേവാലയത്തിലേക്ക് ഇതാ പോകുന്നു. യേശുവിൻ്റെ ബാല്യകാല വസതിയായി ലോകപ്രശസ്തമായ നസ്രത്ത് ഇസ്രായേലിലെ ഏറ്റവും വലിയ അറബ് നഗരമാണ്. ഇവിടെ ഏകദേശം 69% മുസ്ലിങ്ങളും 31% ക്രിസ്ത്യാനികളുമാണ് ഉള്ളത്. സമ്പന്നമായ ചരിത്രം, ആകർഷകമായ പുരാവസ്തുശാസ്ത്രം, ആധുനിക സംസ്കാരം, മധ്യപൗരസ്ത്യ മനോഹാരിത എന്നിവ സമന്വയിപ്പിക്കുന്ന ഒരു പുരാതന നഗരം നസ്രത്ത്. ക്രിസ്തുമതത്തിൻ്റെ കളിത്തൊട്ടിലാണ് നസ്രത്ത്. ക്രിസ്ത്യൻ പാരമ്പര്യമനുസരിച്ച് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ മറിയത്തോട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഗർഭം ധരിക്കുമെന്ന് പറഞ്ഞ നഗരമാണിത്. യേശു തൻ്റെ ബാല്യവും യൗവനവും ചെലവഴിച്ച സ്ഥലവും ഇവിടെയാണ്. മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയും വിശുദ്ധയുടെയും നഗരമാണിത്. എന്നാൽ സമ്പന്നമായ ചരിത്രവും ആകർഷകമായ പുരാവസ്തുശാസ്ത്രവും ആധുനിക സംസ്കാരവും മിഡിൽ ഈസ്റ്റേൺ മനോഹാരിതയുമുള്ള ഒരു നഗരം കൂടിയാണിത്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ ജൂതഗ്രാമമായി ആരംഭിച്ച നസ്രത്ത് ഏതാനും 100 വർഷങ്ങൾക്കു ശേഷം ബൈസന്റൈൻ കാലഘട്ടത്തിൽ ക്രിസ്തുമതത്തിൻ്റെ ശക്തി കേന്ദ്രമായി മാറി. നമ്മൾ അങ്ങനെ നസ്രത്തിലെ ദി ചർച്ച് ഓഫ് അനൗൺസിയേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് 7:30 ദിവ്യബലിയുണ്ട്. മലയാളത്തിലാണ് നമ്മുടെ ദിവ്യബലി. ബസിലിക്ക ഓഫ് ദി അനൗൺസിയേഷൻ, മംഗളവാർത്ത ദേവാലയം. ആധുനിക നസ്രത്തിൽ ആധിപത്യം പുലർത്തുന്ന കപ്പോളയ്ക്ക് മുകളിലായി ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായെ പ്രതീകപ്പെടുത്തുന്ന ഒരു വിളക്ക് സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. ക്രീം ചുണ്ണാമ്പ് കല്ലുകൊണ്ട് മറിയത്തിൻ്റെയും ഗബ്രിയേൽ മാലാഖയുടെയും 4 സുവിശേഷകരായ മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്നിവരുടെയും കൊത്തുപണികൾ കാണാം. അവയ്ക്ക് മുകളിലായി യേശുവിൻ്റെ ഒരു വെങ്കല പ്രതിമയും കാണാം. അതുകൂടാതെ ലാറ്റിൻ ഭാഷയിൽ ആഞ്ചലൂസ് ഡോമിനി നുൻസ്യാവിത് മരിയെ,
വെർബും കാരോ ഫാക്തും എസ്റ്റ് എത് ഹബിത്താവിത് ഇൻ നോബിസ് എന്നും എഴുതിയിരിക്കുന്നത് കാണാം. ഇതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. പ്രധാന കവാടത്തിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അതിമനോഹരമായ ഒരു ഗ്രോട്ടോ കാണാം. അതിന് പിന്നിലായി ആൽഫ ഒമേഗ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതും കാണാം. അതിൻ്റെ സെൻറ്ററിലായി ലാറ്റിൻ ഭാഷയിലെ പാക്സ് പീസ് എന്ന അർത്ഥവും നമുക്ക് കാണാം. ദേവാലയത്തിൻ്റെ മുൻവാതിലിലായി യേശുവിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ ചിത്രീകരിക്കുന്ന കൊത്തുപണികളും നമുക്ക് കാണാൻ സാധിക്കും. ബസിലിക്കയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ലാറ്റിൻ ഭാഷയിൽ മാതർ എക്ലീസിയ, മദർ ഓഫ് ദ ചർച്ച് എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നു. ആധുനിക വാസ്തുവിദ്യാ ശൈലിയും വർണ്ണാഭമായി അലങ്കരിച്ചതുമായ കൂറ്റൻ ഇരുനില ബസിലിക്ക 1969 പൂർത്തിയാകുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പള്ളിയായി മാറി. ഒന്നിനു മുകളിൽ മറ്റൊന്നായി പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന 2 പള്ളികളുടെ പദ്ധതി ഇറ്റാലിയൻ വാസ്തുശില്പിയായ ജിയോവനി മുസിയോയാണ് വിഭാവനം ചെയ്തത്. ഈ ബസിലിക്കയുടെ താഴത്തെ നിലയിലാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഭവനം ഉൾക്കൊള്ളുന്ന ഗ്രോട്ടോ നിൽക്കുന്നത്. ജെറുസലേമേ, നിന്റെ മതിലുകളുടെ മേൽ ഞാൻ കാവൽക്കാരെ വെച്ചിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കുകയില്ല. ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്ന കപ്പേള തല കീഴായി കിടക്കുന്ന ഒരു ലില്ലിപ്പൂവിനെ പ്രതിനിധീകരിക്കുന്നു. അതിൻ്റെ ദളങ്ങൾ താഴെയുള്ള ശ്രീകോവിലിലേക്ക് തുറക്കുന്നു. മറിയത്തിൻ്റെ വിശുദ്ധിയുടെ പ്രതിച്ഛായയായ ലില്ലിപ്പൂവിനെ നസ്രത്ത് എന്ന പേരിൻ്റെ സെമറ്റിക് അർത്ഥങ്ങളിലൊന്നായ പുഷ്പവുമായി സംയോജിപ്പിക്കുന്നു. അതുകൂടാതെ മാതാവിനെ നസ്രത്തിലെ ലില്ലി എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ബസിലിക്കയുടെ പ്രധാന ആൾത്താരിലേക്ക് നോക്കുമ്പോൾ കണ്ണിൻ്റെ ഒരു പെയിൻറ്റിംഗ് നമുക്ക് കാണാം. ദൈവം ഭൂമിയിലേക്ക് നോക്കുന്നതിന് ഇത് സൂചിപ്പിക്കുന്നു. ത്രിലോകരാജ്ഞിയായ മാതാവിൻ്റെ രൂപവും തൊട്ടടുത്ത് കാണാം. പിതാവായ ദൈവത്തെയും പുത്രനെയും നമുക്ക് കാണാം. ബാക്കിയുള്ളതെല്ലാം വിശുദ്ധന്മാരും വിശുദ്ധകളും പ്രേക്ഷിതരും അൽമായരും ഇതെല്ലാം കൂടുന്നതാണ് സഭ. അതുകൊണ്ടാണ് ഏറ്റവും മുകളിലായി ലാറ്റിൻ ഭാഷയിൽ കാത്തോലികവും അപ്പസ്തോലികവുമായ സഭ എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നത്. നമ്മൾ പാട്ട് കാണുന്നതുകൊണ്ട് നമ്മൾ ഇവിടെയാണ് കേട്ടോ നിൽക്കുന്നത്. കുർബാനയുടെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. ആത്മാക്കൾക്ക് വേണ്ടി സിൻഡോ മദ്യപാനം നിർത്തുന്നതിന് വേണ്ടി രമ്യ സ്ഥലം വീട് രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് നല്ല സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും അവരെ നമ്മൾ ഓർമ്മിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗാനശുശ്രൂഷ നടത്തി ജെറുസലേമിലേക്ക് ഇറങ്ങുന്ന മംഗളവാർത്ത നടന്ന സ്ഥലത്തിന് അവകാശം ഉന്നയിക്കുന്ന 2 പള്ളികളിൽ ഒന്നാണിത്. അതിൽ ഗബ്രിയേൽ മാലാഖ കന്യകാമറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് അവൾ യേശുവിനെ പ്രസവിക്കുമെന്ന് പ്രഖ്യാപിച്ചു. മറ്റൊന്ന് ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് അനൗൺസിയേഷൻ. യാക്കോബിന്റെ അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള മറ്റൊരു പാരമ്പര്യം
മറിയം നസ്രത്തിലെ ഒരു പ്രാദേശിക നീരുറവയിൽ നിന്ന് വെള്ളം കോരുന്നതിനിടയിലാണ് ഈ സംഭവം ആരംഭിച്ചതെന്നും ആ സ്ഥലത്ത് ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് ദി അനൗൺസിയേഷൻ സ്ഥാപിച്ചുവെന്നും അവകാശപ്പെടുന്നു. ക്രിസ്തീയ പാരമ്പര്യം പറയുന്നത് കോൺസ്റ്റന്റൈൻ 1 ചക്രവർത്തിയാണ് ഈ ഘടന നിയോഗിച്ചത് എന്നാണ്. അദ്ദേഹത്തിന്റെ അമ്മ വിശുദ്ധ ഹെലീന ക്രിസ്തുവിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെ അനുസ്മരിപ്പിക്കുന്ന പള്ളികൾ സ്ഥാപിക്കാൻ സഹായിച്ചു. അതേസമയം യേശുവിന്റെ ജന്മസ്ഥലത്തെ ചർച്ചും ഹോളി സെപ്പൾക്കർ ചർച്ചും, അതായത് ശവകുടീരവും സ്ഥാപിച്ച അതേ സമയത്ത് തന്നെയാണ് അനൺസിയേഷൻ ചർച്ചും സ്ഥാപിച്ചത്. 570 അതിന്റെ ചില പതിപ്പുകൾ ഇപ്പോഴും നിലവിലുണ്ടായിരുന്നുവെന്ന് അറിയപ്പെടുന്നു. ഇക്കാണുന്ന ഗ്രോട്ടയാണ് കേട്ടോ മാതാവിൻ്റെ ഭവനം. അപ്പോൾ ഇതാണ് മാതാവ് താമസിച്ചിരുന്ന സ്ഥലം. മാതാവിൻ്റെ വീടിനുള്ളിൽ നമുക്കൊരു ആൾത്താര കാണാൻ സാധിക്കും. ആ ആൾത്താരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു സ്ത്രീയുടെ ജനനേന്ദ്രിയത്തിൻ്റെ ആകൃതിയിലാണ് ഈ ആൾത്താര ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുള്ളിലായി ലാറ്റിൻ ഭാഷയിൽ വെർബും കാറോ ഹിക് ഫാക്തും എസ്റ്റ് എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് വചനം ഇവിടെ മാംസമായി. മാതാവ് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിന്റെ ഓർമ്മപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് മാതാവിന്റെ വിവിധ ഐക്കണുകളുള്ള ഒരു മനോഹരമായ ഗ്യാലറിയും ബസിലിക്കയുടെ മുറ്റത്ത് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നുള്ള കുറവലങ്ങാട് മുത്തിയമ്മയും ഇവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ജൂബിലി വർഷത്തിൽ ദണ്ഡവിമോചനത്തിനായി ഫ്രാൻസിസ് മാർപ്പാപ്പ നിർദ്ദേശിച്ചതനുസരിച്ച് നസ്രത്തിലെ മംഗളവാർത്ത ബസിലിക്കയിലെ ദിവ്യബലിക്ക് ശേഷം ഞങ്ങൾ ഈശോ പ്രാർത്ഥിക്കാനും പഠിപ്പിക്കാനുമായി സന്ദർശിച്ചിരുന്ന സിനഗോഗിലേക്ക് പോകുകയാണ്. നസ്രത്തിലെ തുടർ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.